നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. ഇതോടൊപ്പം സംസ്ഥാനത്തേക്ക് വന്നാൽ മെസ്സി വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച അല്ലെങ്കിൽ ആരാധകരുടെ ആ വികാരത്തെ ചൂഷണം ചെയ്ത ആളുകൾക്കെതിരെ ശക്തമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് പറയുകയും ചെയ്തു. ഉചിതമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും എന്നുള്ളത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അങ്ങനെ നിരവധി വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത, ഇരച്ചെത്തിയ മലവെള്ളം, ഒരു മിന്നൽ പ്രളയത്തിൽ 7 ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ. ആ വാർത്തകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. മല്ലികാർജുൻ ഖർഗെയെ ജാതീയമായി അധിക്ഷേപിച്ചതിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന്. ജില്ലാ കേന്ദ്രങ്ങളിൽ വൈകിട്ട് പ്രതിഷേധ പരിപാടികൾ. ആരോപണം നേരിടുന്ന ശ്രീരാമസേനയുമായി ബന്ധമില്ലെന്ന് ഉത്തരാഖണ്ഡ് BJP. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്ന് 7 മരണം, 14 തൊഴിലാളികൾക്ക് പരിക്ക്. ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കത്തിൽ അപകടമുണ്ടായത് മിന്നൽ പ്രളയത്തിൽ. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന് കുരുക്കേറുന്നു. സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. GST ഇനത്തിൽ ഖജനാവിന് കോടികൾ നഷ്ടമായെന്ന കണ്ടെത്തലും ടെൻഡർ വിളിക്കാതെ സ്പോൺസറെ തീരുമാനിച്ചതും നിർണായകം. ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ അർജുൻ ആയങ്കിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ ഫോൺ അടക്കമുള്ള നിർണായക തെളിവുകൾ പരിശോധിക്കുന്നു. എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുനെ കസ്റ്റഡിയിലെടുക്കാനൊരുങ്ങി പോലീസ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റം. സ്റ്റേഷൻ ചുമതല ഇന്നു മുതൽ SI-മാർക്ക്. സേനയെ ജനകീയമാക്കാനുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്കും ഇന്ന് തുടക്കം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സാധ്യത മെച്ചപ്പെടുത്താൻ ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ തുടക്കം. 3 സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. രവീന്ദ്ര ജഡേജ ടീമിൽ മടങ്ങിയെത്തും. മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ച വേദി ശ്രീരാമസേന ശുദ്ധീകരിച്ച സംഭവത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. സംഭവത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സംഭവത്തിന് BJPയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ BJP പിന്തുണയ്ക്കുന്നില്ല എന്നും കേന്ദ്രമന്ത്രി JP നദ്ദ പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചതാണ്. താൻ പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു എന്നത് കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് അവരുടെ മുതിർന്ന നേതാവിനെതിരായ അല്ലെങ്കിൽ ജാതീയ അധിക്ഷേപത്തിനെതിരെ. എങ്ങനെയായിരിക്കും പ്രതിഷേധം? ഇതോടൊപ്പം തന്നെ BJPയുടെ നിലപാടെന്താണ്? കഴിഞ്ഞ ശനിയാഴ്ച ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലാണ് ഇത്തരത്തിൽ മല്ലികാർജുന ഖാർഗെ പ്രസംഗിച്ച വേദി പിന്നീട് ശ്രീരാമസേന ധർമാർത്ഥ സേവാ ന്യാസ് എന്ന സംഘടന ശുദ്ധീകരണം നടത്തിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. മല്ലികാർജുന ഖാർഗെ ഇക്കാര്യം രാജ്യസഭയിൽ തന്നെ അറിയിച്ചു. താൻ ദളിതനായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവേചനം നേരിട്ടത് എന്നായിരുന്നു മല്ലികാർജുന ഖാർഗെയുടെ പ്രസ്താവന. തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇറങ്ങുകയും ഇന്ന് വൈകിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ വിഷയം രാജ്യവ്യാപകമായൊരു പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിഷയത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്ന ആവശ്യമാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുൻപോട്ട് വെച്ചത്. എന്നാൽ ഈ വിഷയം ഇന്നലെ രാജ്യസഭയിൽ ഉയർത്തിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദ സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഈ സംഭവത്തിൽ BJPക്ക് യാതൊരു ബന്ധവുമില്ല. BJP പ്രവർത്തകരല്ല അത്തരത്തിലുള്ള ഈ ശുദ്ധീകരണം നടത്തിയത്. കൂടാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും BJP പിന്തുണയ്ക്കില്ല. ഇത് മല്ലികാർജുന ഖാർഗെയുടെ മാത്രം വിഷയമല്ല, എല്ലാവർക്കും അപമാനകരമായ വിഷയമാണ് എന്ന് JP നദ്ദ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഇക്കാര്യത്തിൽ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണനും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയും അപലപിക്കുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തും. ഈ വിഷയത്തിൽ മല്ലികാർജുന ഖാർഗെ അപമാനിതനായ വിഷയത്തിൽ
പ്രധാനമന്ത്രി മാപ്പ് പറയണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഒപ്പം ഈ ശ്രീറാം സേനയുടെ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ശ്രീറാം സേനയുടെ പ്രവർത്തകർ വ്യക്തമാക്കിയത് മല്ലികാർജുന ഖാർഗെ സംസാരിച്ച രാംലീല വേദി അത് മത സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പരിപാടികൾക്കും വേണ്ടി മാത്രമുള്ള വേദിയാണ്. അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുകയും മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ആ പരാമർശങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് എന്ന വിശദീകരണമാണ് ശ്രീറാം സേന നൽകിയത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്, ഒപ്പം പ്രധാനമന്ത്രിയുടെ മാപ്പും അവർ ആവശ്യപ്പെടുന്നുണ്ട്. BJP എന്നാൽ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കുരുക്ക് മുറുകുകയാണ്. സാമ്പത്തിക കുറ്റാന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഒരു പൈസ പോലും നഷ്ടമായില്ല എന്ന് അബ്ദുറഹ്മാൻ വാദിക്കുമ്പോഴും GST ഇനത്തിൽ മാത്രം ഖജനാവിന് കോടികൾ നഷ്ടമായി എന്നാണ് കണ്ടെത്തൽ. അൻഫ്ലിഡ് ഡിസൂസ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അൻഫ്ലിഡ്, സംസ്ഥാനത്തിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് മുൻമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് വലിയ തരത്തിലുള്ള ക്രമക്കേട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്, GST തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതോടൊപ്പം വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കാൻ, അതായത് സാമ്പത്തിക ക്രമക്കേടിന് അപ്പുറത്തേക്ക് വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണല്ലോ. വിവരങ്ങൾ അൻഫീൽഡിലേക്ക് വരാം. ഏതായാലും മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന് ഏകദേശം കുരുക്ക് മുറുകയാണ്. അതായത് വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് നേരത്തെ തന്നെ കായിക മന്ത്രി OJ ജനീഷ് വ്യക്തമാക്കിയതാണ്. ഈ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് കരുതുന്നത്. അതായത് വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക കുറ്റാന്വേഷണത്തിന് പുറമെ ഒരു വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ നേരത്തെ തന്നെ വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയതാണ് സർക്കാരിന് ഒരു പൈസ പോലും ഈ സംഭവത്തിൽ നഷ്ടമായിട്ടില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ സ്പോൺസറെ തെരഞ്ഞെടുത്തത് അടക്കമുള്ള വിഷയങ്ങളിൽ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നടക്കം മുഖ്യമന്ത്രി ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഈ ഘട്ടത്തിലാണ് ഇനിയുള്ള അന്വേഷണം എങ്ങനെയാണ് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അൻഫ്ലിഡ് ഡിസൂസ വിവരങ്ങൾ നൽകും. അൻഫ്ലിഡ്, വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ആലോചന ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ, സാമ്പത്തിക തട്ടിപ്പിനപ്പുറത്തേക്ക്. ഏറ്റവും ഗുരുതരമായ ക്രമക്കേടാണ്, സാമ്പത്തിക കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നാള് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് അല്ലെ ധന ഏജൻസി അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ കാരണം ഇത് ഫെമ നിയമങ്ങളുടെ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള നടന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് GST വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഈ കോടികളുടെ ക്രമക്കേട് നടന്നതുകൊണ്ട് തന്നെ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിലായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മുൻ മന്ത്രിയാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. മുൻ മന്ത്രി പ്രതിക്കൂട്ടി നിൽക്കുമ്പോൾ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും മുൻ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാനാണ് കുരുക്ക് മുറുകുന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രതിക്കൂട്ടി തന്നെയാണ്. എത്ര തവണയായാലും ഒരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരു സ്വകാര്യ സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട രീതിയിൽ സഹായിച്ചു എന്നാണ് ഓരോ ദിവസവും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. എല്ലാ തെളിവുകളും ഈ കായിക മന്ത്രിക്കും അതോടൊപ്പം തന്നെ സ്പോൺസർക്കും എതിരാണ്. ഒരൊറ്റ രേഖ പോലും ഇവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല. മുഴുവൻ രേഖകളും വ്യാജമായി ഒരു സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളാണ്. പൂർണ്ണമായും കളവ് പറഞ്ഞാണ് ഈ രീതിയിൽ ഒരു വലിയൊരു ഇവന്റ് കേരളത്തിൽ നടത്തുമെന്ന് പറയുകയും ആ രീതിയിൽ തീയതികളൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ ഒരു മെസ്സിയെ പോലുള്ളൊരു കായിക താരത്തെ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പാലിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീട് അത് തെളിയുന്നു ഒരൊറ്റ നടപടിക്രമം പോലും പാലിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ മെസ്സിയെ മറയാക്കി വലിയ രീതിയിലുള്ള കോടികളുടെ തിരിമറിക്ക് മുൻ മന്ത്രി കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ കായിക വകുപ്പും അതോടൊപ്പമുള്ള സർക്കാർ സംവിധാനങ്ങളും എല്ലാ രീതിയിലും വഴിവിട്ട് സഹായിച്ചു എന്നാണ് കണ്ടെത്തലുകൾ. അതുകൊണ്ടാണ് അത് വിജിലൻസ് അന്വേഷണത്തിൽ കൂടി നടത്തണമെന്നൊരു ആവശ്യം വരുന്നത്. വിജിലൻസ് അന്വേഷണം കൂടി വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം അഴിമതി നിരോധന നിയമമാണ്. വിജിലൻസ് അന്വേഷണം വരുമ്പോൾ ഇത് വലിയ രീതിയിൽ കുരുക്ക് മുറുകുന്നു. മന്ത്രിക്ക് കായിക മന്ത്രി എന്ന നിലയിൽ വി അബ്ദുറഹ്മാൻ വലിയ രീതിയിൽ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയും
ഉന്നതതല അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കും. ഈ സർക്കാർ വിവിധ തലങ്ങളിലാണ് ഈ അന്വേഷണം മാറുന്നത്. ക്യാബിനറ്റിൽ ഈ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിൽ ചേർന്നപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ട് തങ്ങൾ പഠിക്കുന്നു, ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 2 ദിവസമേ ആയുള്ളൂ, അപ്പോൾ സമഗ്രമായ റിപ്പോർട്ടിൽ പരിശോധന നടത്തണം, റിപ്പോർട്ട് പഠിക്കേണ്ടതുണ്ട്, അതിനുശേഷം മാത്രമാണ്. കാരണം വിവിധ തലങ്ങളിലെ അന്വേഷണം വേണമെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ, അതായത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. വിവിധ രീതിയിലാണ് ഈ അഴിമതി അല്ലെങ്കിൽ വിവിധ രീതിയിലാണ് ഈ ക്രമക്കേട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലെ പരിശോധനയും അന്വേഷണവും വേണ്ടിവരും. അങ്ങനെ വരുമ്പോൾ ഈ നിലവിൽ സംസ്ഥാനത്ത് ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് കമ്മീഷൻ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ചിത്രം കിട്ടുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ കേസിൽ എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് വിടണമോ എന്ന കാര്യത്തിൽ എന്തായാലും ഇത് സംസ്ഥാനത്തിന്റെ അന്വേഷണ പരിധിയിൽ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ മുൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ക്രമക്കേടുകൾ അദ്ദേഹത്തിന്റെ നേരെയുള്ള കുറ്റകൃത്യവുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തലങ്ങളിലാണ് ഈ അഴിമതി അല്ലെങ്കിൽ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് ഇത് കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പല ദേശീയ അന്വേഷണ പല രീതിയിൽ CBI അന്വേഷണം വരെ വരാനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. ED അന്വേഷണം, SFI അന്വേഷണം ഉൾപ്പെടെയുള്ള അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെ തന്നെയും ഇത് വരും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ മെസ്സിയുടെ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുറുകയാണ്. ഒട്ടും അമാന്തിക്കാതെ ഇതിൽ എത്രയും വേഗം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്ത ക്യാബിനറ്റ് വരെ നീളാൻ സാധ്യതയില്ല. ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സർക്കാർ എന്ത് തുടരന്വേഷണമാണ് ഈ മെസ്സിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന പ്രഖ്യാപനം 1-2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, അൻഫിൽഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണം എങ്ങനെ, ഉചിതമായ അന്വേഷണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇനി എന്താണ് ആ ഉചിതമായ അന്വേഷണം എന്നാണ് അറിയേണ്ടത്. അന്വേഷണത്തിൽ എന്തൊക്കെയാണ് ഇനി കണ്ടെത്തുക എന്നുള്ള ഒരു ആകാംക്ഷയാണ് നമുക്കുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നാളെ രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടെ ദേശീയ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ചടങ്ങുകളിൽ ഇത്തവണ വന്ദേമാതരവും ആലപിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കന്യാകുമാരി മുതൽ കശ്മീർ വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരംഗ യാത്രകൾ പുരോഗമിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യലബ്ധിയുടെ വാർഷികാഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ചെങ്കോട്ടയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. സർക്കാരിന്റെ നയങ്ങളും രാജ്യത്തിന്റെ മുൻപോട്ടുപോക്കും വ്യക്തമാക്കി ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്തുടനീളം തിരംഗ യാത്രകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഹർ ഘർ തിരംഗ ആഹ്വാനം ഏറ്റെടുത്ത് ഓരോ വീടുകളിലും ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നു. പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളുണ്ടായിട്ടും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലാണ് ഭരണാധികാരികൾ പതാക ഉയർത്തുന്നത്. 1600കളിൽ പണിത ചെങ്കോട്ട ഒരു കാലത്ത് മുഗൾ ചക്രവർത്തിമാരുടെ അധികാരത്തിന്റെ പ്രതീകമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈനിക സാന്നിധ്യം. ഒടുവിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ അഭിമാനമായ ദേശീയ പതാക ഉയർത്തിയതും ഈ കോട്ടയിലായിരുന്നു. ഒരുപാട് കരുത്തരായ ഭരണാധികാരികളുടെ ശബ്ദം മുഴങ്ങിയ കോട്ട. 2014 മുതൽ നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ അതുവരെ ഉണ്ടായിരുന്ന ബുള്ളറ്റ് പ്രൂഫ് കവചം എടുത്തുമാറ്റിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है. ചരിത്രത്തിലും വർത്തമാനകാലത്തിലും അധികാരത്തിന്റെ കൂടി പ്രതീകമായ ചെങ്കോട്ടയിലേക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ സൈനിക മേധാവിമാർ ചേർന്ന് സ്വീകരിക്കും. ദേശീയ പതാക വാനിലേക്ക് ഉയർന്നു പറക്കുമ്പോൾ 21 ഗൺ സല്യൂട്ടുകൾ മുഴക്കുന്നതും പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമാണ്.
എന്നാൽ ഇത്തവണ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേ മാതരവും ഉയർന്നു കേൾക്കുമെന്നത് പ്രധാനപ്പെട്ട മാറ്റമാകും. പ്രതിരോധ സാമ്പത്തിക മേഖലയിൽ രാജ്യം കരുത്തോടെ മുൻപോട്ട് കുതിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ചെങ്കോട്ടയിലേക്ക് കാതോർക്കുകയാണ് രാജ്യം. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മിന്നൽ പ്രളയത്തിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നു വീണ അപകടം 7 തൊഴിലാളികൾ മരിച്ചു, 14 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, മിന്നൽ പ്രളയത്തെ തുടർന്നാണ് ഈ തുരങ്കം തകർന്നത് എന്ന് മനസ്സിലാക്കുന്നു. 7 പേർ മരിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണോ? മറ്റു വിവരങ്ങൾ? അഖില, ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ പിപ്പൽകോട്ട് മേഖലയിലാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം മിന്നൽ പ്രളയത്തിൽ തകർന്നു വീണത്. ഈ പ്രളയത്തിൽ വെള്ളവും മണ്ണും കൂടെ തുരങ്കത്തിനടിയിലേക്ക് എത്തിയതോടെ രക്ഷാപ്രവർത്തനം വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 14 പേരെ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുത്താൻ സാധിച്ചു. 7 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആകെ 21 പേർ മാത്രമായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചമോലി ജില്ലാ മജിസ്ട്രേറ്റ് ഗൗരവ് കുമാർ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ കൂടുതൽ ആളുകൾ ഈ തുരങ്കത്തിനുള്ളിൽ ഉണ്ടോ എന്നൊരു ആശങ്കയ്ക്കിടയില്ല. കാരണം 21 പേരിൽ 14 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 7 പേരുടെ മൃതദേഹം കണ്ടെത്തി, 7 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും വിശദമായ പരിശോധന ഈ തുരങ്കത്തിനുള്ളിൽ നടത്തുന്നുണ്ടോ, മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന തുടരുകയാണെന്നും ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനത്തിനായി സ്ഥലത്തുണ്ട് എന്ന കാര്യമാണ് ചമോലി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ മിന്നൽ പ്രളയത്തിൽ ചമോലിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തുരങ്കം തകർന്നു വീഴുകയും ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായത്. ദുഃഖകരമായ വാർത്ത, 7 പേർ മരിച്ചു എന്നുള്ളതാണ്. 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 14 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അഖില, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിലേക്കാണ്. കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട കേസിലാണ് ആയങ്കയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതി ഒളിവിൽ കഴിഞ്ഞ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിൻ വിശദാംശങ്ങൾ നൽകും. ജോസഫ്, നേരത്തെ തന്നെ പോലീസിനോട് അർജുൻ ആയങ്കി താൻ തന്നെയാണ് പല വൈഫൈകൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെ വൈഫൈകൾ ഉപയോഗിച്ച് ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടത് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുകയാണ്. വിവരങ്ങൾ? 3 ദിവസത്തെ കസ്റ്റഡിയാണ് കണ്ണൂർ ക്രൈം പോലീസിന് കോടതി അനുവദിച്ചത്. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി ഇന്ന് അവസാനിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഫോൺ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. അഭിഭാഷകരുടെ വീടിന് പരിസരത്ത് നിന്നാണ് ഈ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒളിയിടങ്ങളിലെല്ലാം പോലീസ് കർശനമായ പരിശോധന നടത്തിയിരുന്നു, തെളിവെടുപ്പിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും മറ്റ് കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകളിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അത് കോടതിയിൽ സമർപ്പിച്ച് കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. ഇതിനോടകം തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ നിന്നും കൃത്യമായ രീതിയിൽ ശാസ്ത്രീയ തെളിവുകൾ, ലാബ് പരിശോധനയ്ക്ക് ശേഷം ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒളിവിൽ കഴിയുന്നതിൽ സഹായിച്ച ചില സുഹൃത്തുക്കളെയും തേടി പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രണവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പയ്യന്നൂരിലും മറ്റ് വിവിധയിടങ്ങളിലും ഒളിത്താവളങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും ഗതാഗതം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അർജുൻ ആയങ്കയ്ക്ക് ചെയ്തു കൊടുത്തതും പ്രണവാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രണവിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സുഹൃത്തുക്കൾക്കെതിരെ സമാന രീതിയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെല്ലാം പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം. ഈ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറാനും ഇപ്പോൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് 23 കേസുകളാണ് അർജുൻ ആയങ്കയ്ക്കെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
ഈ കേസുകളിലും അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ വിവിധ സ്റ്റേഷനിലെ SI-മാർക്കും SHO-മാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. അതോടൊപ്പം തന്നെ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇനി സംസ്ഥാനത്ത് പോലീസ് സേനയിൽ സമഗ്ര മാറ്റം വരികയാണ്. ഇന്നു മുതൽ അത് പ്രാബല്യത്തിലെത്തുകയാണ്. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല ഇന്നു മുതൽ SI-മാർക്ക് നൽകും. പോലീസ് സംവിധാനം ജനകീയമാക്കുന്ന എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. അൻഫ്രിഡ് ഡിസൂസ ചേരും വിശദാംശങ്ങളുമായി. അൻഫ്രിഡ്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തിലേക്ക്, അതായത് സ്റ്റേഷനുകളുടെ ചുമതല SI-മാർക്ക് നൽകിക്കൊണ്ട് വീണ്ടും ഒരു സമഗ്ര മാറ്റം കൊണ്ടുവരികയാണ് ആഭ്യന്തര വകുപ്പ്. അത് എങ്ങനെയായിരിക്കും സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക? കാരണം വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ, തൂഫാൻ പോലെയുള്ള വലിയ പദ്ധതികളൊക്കെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഒരു ആശയം കൂടി ജനകീയമാക്കുകയാണ് പോലീസുകാരെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇന്ന് പോലീസ് സേനയിൽ ഇന്നു മുതൽ ഉണ്ടാകുന്നത്. അഖില, ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം പോലീസ് സ്റ്റേഷനുകളെ ജനകീയമാക്കുക. നമുക്ക് ജനമൈത്രി പോലീസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ എത്രയോളം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുകയും വലിയ രീതിയിൽ തന്നെ കയ്യടി നേടിയ പോലീസിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ജനമൈത്രി പോലീസ്. അതിന് സമാനമായ രീതിയിൽ കുറച്ചുകൂടി പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഉദ്ദേശിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ജനങ്ങൾക്ക്, പരാതിയുമായി എത്തുന്ന പൗരന്മാരും പോലീസും തമ്മിലുള്ള സൗഹൃദവും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമായിരിക്കണം. അവിടെ ഒരിക്കൽ പോലും ഒരു ഭയാനകരമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതിന് ഭയപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് ലോക്കപ്പ് മർദ്ദനമൊക്കെ തന്നെ ഒരു വലിയ രീതിയിൽ ഭയാനകരമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ഒരൊറ്റ ലോക്കപ്പ് മർദ്ദനങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെയും ഈ പരാതിയുമായി ആരെ എപ്പോൾ എത്തിയാൽ പോലും അവർക്ക് ഒട്ടും തന്നെ ഭയമില്ലാത്ത രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ ജനകീയ സേവനങ്ങളും ചെയ്തു കൊടുക്കാൻ പ്രാപ്തനായ, കാര്യക്ഷമതയുള്ള, കാര്യശേഷിയുള്ള ഒരു പോലീസ് സംവിധാനത്തെ വാർത്തെടുക്കുക. അതാണ് എൻ്റെ പോലീസിംഗ് പദ്ധതിയുടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ ഒരു കൂട്ടുകാരാണ് പോലീസ്, ജനങ്ങളുടെ സുഹൃത്തുക്കളാണ് പോലീസ് സ്റ്റേഷനുകൾ, പോലീസുകാർ എന്ന് പറയുന്നത്. ജനങ്ങളുടെ ക്രമസമാധാനം നിലനിർത്താനും ഒപ്പം ജനങ്ങളെ സംരക്ഷിക്കാൻ, അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെയും സംരക്ഷണം നൽകുന്ന അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് പോലീസുകാർ എന്ന ഒരു പ്രതീതി ജനങ്ങൾക്ക് തോന്നണം. അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കുക. അതാണ് എൻ്റെ പോലീസിംഗ് പദ്ധതിയിലൂടെ അല്ലെങ്കിൽ എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിലേറ്റവും മറ്റൊരു പ്രധാനമായ മാറ്റം ഉണ്ടാകുന്നത് ഇന്നു മുതൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ മുഴുവൻ ചുമതലയും പഴയ രീതിയിൽ തന്നെ SI-മാർ, സബ് ഇൻസ്പെക്ടർമാർക്കായിരിക്കും. ഇത്രയും നാളത് സർക്കിൾ ഇൻസ്പെക്ടർമാരായിരുന്നു. അത് പൂർണ്ണമായും മാറ്റി SI-മാരിലേക്ക് മാറ്റുന്നത്. ഏറ്റവും തന്ത്രപ്രധാനമായ 63 പോലീസ് സ്റ്റേഷനുകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും SI-മാരായിരിക്കും. ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രിയാകും നിർവഹിക്കുക. ശരി, അൻഫ്രിഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഭ്യന്തര വകുപ്പ് മാറ്റങ്ങൾ കൂടുതൽ കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച് സംസ്ഥാന താൽപര്യത്തിനെതിരായി പ്രസ്താവന നടത്തിയ ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് മാപ്പ് പറയണമെന്ന് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി. 136 അടിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വർഷങ്ങളായി സംസ്ഥാനം സുപ്രീം കോടതിയിൽ നടത്തിവരുന്ന നിയമ പോരാട്ടത്തിനെ തുരങ്കം വെച്ചുകൊണ്ടാണ് ജലനിരപ്പ് 142 അടിയിൽ കൂടാൻ കേരളം അനുവദിക്കില്ല എന്ന് മന്ത്രി നിലപാടെടുത്തത്. ഇത് കാലങ്ങളായി കേരളം സ്വീകരിച്ചു വന്ന നിലപാടിനെതിരാണ്. സംസ്ഥാന താൽപര്യം പൂർണ്ണമായും ബലികഴിച്ച് നിലവിലെ കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തുമെന്നും രാവിലെ 11-ന് തൊടുപുഴയിൽ പാട്ടക്കരാർ കത്തിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുമെന്നും മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ പുതിയ മന്ത്രിസഭ ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് കെട്ടുന്നതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പൂർണ്ണ പിന്തുണ കൊടുക്കുകയും മന്ത്രിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഒരാഴ്ച മുമ്പ് നിർഭാഗ്യവശാൽ ഇന്ത്യൻ സുപ്രീം കോടതി മുല്ലപ്പെരിയാർ വിഷയത്തിൽ 136 അടിയിൽ കൂടുതൽ ഉയർത്താൻ പാടില്ല, അതിന് വലിയ പഠനങ്ങളും നടന്നതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാവൂ എന്ന് പറഞ്ഞുകൊടുത്ത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല VC-ക്കെതിരായ SFIയുടെ പ്രതിഷേധത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ ശവസംസ്കാരം നടത്തി പ്രതിഷേധിച്ചതിലാണ് നടപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, സംസ്ഥാനത്ത് ഈ SFIയുടെ ഇത്തരത്തിൽ റീത്ത് വയ്ക്കലടക്കമുള്ള പല പരിപാടികളും നേരത്തെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സിസ തോമസിനെതിരെ ശവസംസ്കാരം നടത്തി പ്രതിഷേധിച്ചതിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ.
കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല VC-ക്കെതിരായ SFIയുടെ പ്രതിഷേധത്തിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. വൈസ് ചാൻസലറുടെ ശവസംസ്കാരം നടത്തിയുള്ള പ്രതിഷേധമാണ് SFI നടത്തിയത്. കിരൺകുമാറിലേക്ക് വരാം. അതിനു മറ്റൊരു വാർത്തയിലേക്ക്. മഴക്കാലമായിട്ടും കുടിവെള്ളം ലഭ്യമാകാതെ ദുരിതം അനുഭവിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പാലാഴിയിലാണ് സംഭവം. വാട്ടർ അതോറിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടും കുടിവെള്ളം ഇവർക്കിപ്പോഴും കിട്ടാക്കനിയാണ്. പാലാഴി പാറക്കണ്ടി മീത്തലിലെ 7ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ഒരു സ്വപ്നമായി തുടരുന്നത്. കുഴൽക്കിണറുകൾ കുഴിച്ചെങ്കിലും വെള്ളം ലഭ്യമായില്ല. പിന്നീടുള്ള ആശ്രയം ജപ്പാൻ കുടിവെള്ളമായിരുന്നു. മാസങ്ങളായി അതും ലഭിക്കുന്നില്ല. വെള്ളമില്ലെങ്കിലും ബില്ല് വരുന്നത് മുടങ്ങിയിട്ടുമില്ല. ജപ്പാൻ വെള്ളം ഉണ്ടെന്ന് പേര്, പക്ഷെ ഒരു തുള്ളി വെള്ളം വരലില്ല. ഞങ്ങൾക്ക് ഇട്ടപ്പോൾ വന്നതാണ്. ഇപ്പോൾ ബില്ല് മാസം 2000-3000 റുപ്യ ബില്ല് വരുന്നുണ്ട്. ഞങ്ങൾ ആരോടാ പരാതി പറയാ? ഇത് മറ്റേ വാർഡ് മെമ്പറോട് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ വാട്ടർ അതോറിറ്റി ജപ്പാൻ വെള്ളത്തോടും പോയി അവിടെയും പോയി പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ ആവൂല. മലയത്തും എന്ത് ചെയ്യാനാണ്? ഇത് ടാങ്കിനെക്കാളും ഇവിടെ ഹൈറ്റ് കൂടുതലാണ്, വെള്ളം കിട്ടാൻ പ്രയാസമാണെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? വിഷുവിന് വെള്ളം വന്നതാ, ഇപ്പോൾ ഓണം വരാറായി. വെള്ളമില്ലാത്തതിനാൽ സമീപത്തെ വീടുകളിലെത്തി ചുമന്നുകൊണ്ട് വേണം കുന്നിൻ മുകളിലെ വീടുകളിലേക്ക് എത്തിക്കാൻ. വാട്ടർ അതോറിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലുമെല്ലാം കുടുംബങ്ങൾ പരാതി നൽകിയിരുന്നു. എന്നാൽ പരിഹാരമുണ്ടായില്ല. കുളിക്കാനും അലക്കാനുമടക്കം മറ്റു വീടുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. മഴക്കാലമായതോടെ ടാങ്കുകളിൽ പിടിച്ചുവെക്കുന്ന മഴവെള്ളം താൽക്കാലിക ആശ്വാസമാണ്. ഇതാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. സ്വന്തമായി വീടുകൾ ഉണ്ടായിട്ടും ചിലർ വാടക വീടുകളിലേക്ക് മാറുകയും ചെയ്തു. 8-9 മാസമായി ഇപ്പം വെള്ളമില്ലാത്തതിൻ്റെ പ്രശ്നമായിട്ട്. ഇപ്പം വാർഡ് മെമ്പറോട് പറഞ്ഞു, അതുപോലെ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് ഇന്നും കൂടി വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ തന്നെയാണ് കോൾ തന്നെയാണ് പോവുക. പക്ഷേ ഇവരൊന്നും അതിൻ്റെ നടപടി എടുക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇവിടെ തന്നെ താമസിക്കുന്നത്. അതേസമയം മോട്ടോർ കേടായതിനാലാണ് ചില വീടുകളിൽ മാത്രം കുടിവെള്ളം എത്താത്തതെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. കുടിവെള്ളം ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഈ കുന്നു കയറിയാണ് ഈ പാവപ്പെട്ട ജനത സ്വന്തം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ. KP ഷൗജീവിനോടൊപ്പം അനഘ റീജ ഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ചിങ്ങമാസത്തിന്റെ സമൃദ്ധിയും കാത്തിരുന്ന പത്തനംതിട്ടയിലെ കർഷകർക്ക് വരാൻ പോകുന്നത് കണ്ണീരോണമാണ്. വന്യമൃഗശല്യത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് സംരക്ഷിച്ചു പോന്ന കൃഷിയിടങ്ങളിലാണ് ഇത്തവണ പ്രകൃതി ദുരന്തത്തിന്റെ രൂപത്തിൽ പ്രഹരമേറ്റത്. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് പൂർണ്ണമായും നശിച്ചുപോയത്. പാട്ടത്തിനടുത്ത് കൃഷി ഇറക്കിയ പാവം കർഷകർക്ക് മുന്നിൽ ഇപ്പോൾ അടച്ചു തീർക്കേണ്ട കടങ്ങളും തകർന്നുപോയ പ്രതീക്ഷകളും മാത്രമാണുള്ളത്. ഓണത്തിന്റെ സമൃദ്ധിയിൽ സന്തോഷിക്കേണ്ട കർഷകരുടെ നെഞ്ചകം തകർത്തിരിക്കുകയാണ് മലയോര മേഖലയിലെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും. പാട്ടത്തിനടുത്ത് കഷ്ടപ്പെട്ടിറക്കിയ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏത്തവാഴ കൃഷിയാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. വാഴകൾക്ക് പുറമെ കപ്പയും മറ്റു വിളകളും വെള്ളം കയറി ചീഞ്ഞു നശിച്ചു. ഇതിപ്പോൾ ഒരേക്കർ വസ്തുവിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഈ പ്രളയക്കെടുതിയിലാണ് മൊത്തം ഇപ്പം ഞങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചത്. 2 ലക്ഷത്തോളം അടുപ്പിച്ചാണ് ഞങ്ങൾ ആദ്യം ഫെൻസിങ് എല്ലാം ഇട്ട്. ആനശല്യം ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഈ വെള്ളം കയറി ഞങ്ങളൊന്ന് മൊത്തവും നശിച്ചു. പിന്നെ മെഷീനും കാര്യങ്ങളും എല്ലാം നശിച്ചു പോയി ഞങ്ങളുടെ. ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ വീണ്ടും ശരിയാക്കി 70,000 രൂപയോളം ഞങ്ങൾക്ക് ഇപ്പം കയ്യിൽ നിന്ന് തന്നെ ചിലവായേക്കുക. അതുപോലെ വാഴകളെല്ലാം ഇപ്പം നല്ല പഴുത്ത് തുടങ്ങി, അതെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പൊക്കോണ്ടിരിക്കുക. കപ്പ ഇടവള കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കണ്ട് പിഴുത് എല്ലാം ഞങ്ങൾക്ക് വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചത്. ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് കോന്നിയിലെ കല്ലേലി. കാട്ടാനയും കാട്ടുപന്നിയും വന്ന് കൃഷി നശിപ്പിക്കുന്നത് ഇവിടെ പതിവാണ്. എന്നാൽ ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് വിളവെടുപ്പിന് ഭാഗമാക്കിയ കൃഷിയാണ് പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചത്. വന്യമൃഗങ്ങളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാൻ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ബാറ്ററികളടക്കം വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. 100 കണക്കിന് ഏത്തവാഴകളാണ് വെള്ളപ്പൊക്കത്തിലും കാറ്റിലും ഒടിഞ്ഞു വീണത്. ഇപ്പം അപ്പുറത്ത് ഞങ്ങൾ ചെയ്തതും അതും വന്യമൃഗത്തിൻ്റെ ശല്യം കാരണം മൊത്തം ഫെൻസിങ്ങും വാഴ ഒരു 500 വാഴയോളം വെച്ച് ഞങ്ങൾ അതിൽ 450 വാഴയോളം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. ഫെൻസിങ് അതുപോലെ തന്നെ അതും ഞങ്ങൾ ആദ്യം ആന കയറി നശിച്ചു. അത് പിന്നെ ഞങ്ങൾ ഫോറസ്റ്റിലും ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. രണ്ടാമതിപ്പോൾ ഞങ്ങൾ അപേക്ഷ വെച്ചേക്കുവാണ്. കാരണം ഫെൻസിങ് മൊത്തം നശിപ്പിച്ചേക്കും ആന കയറി.
അതും ഇപ്പോൾ ആദ്യം നമ്മൾ ശരിയാക്കിയപ്പോൾ തന്നെ അതും 40-45,000-ഓളം ഞങ്ങൾക്ക് അതിലും നഷ്ടങ്ങൾ വന്നു. ആദ്യം അതിലും മെഷീനുകളെല്ലാം കയറി ചവിട്ടി പൊട്ടിച്ചായിരുന്നു ആന. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഞങ്ങൾ ശരിയാക്കി. ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം 7-ാം തീയതി ഇതുപോലെ ആന കയറിയത് ബാക്കി മൊത്തം നശിപ്പിക്കുകയും ഫെൻസിങ്ങും എല്ലാം നശിപ്പിച്ച്. ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി അടുത്തൊന്നും കടങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തത്. കാരണം ഇപ്പം ഓണം സീസണാണ്, ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് 10 രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോഴത്തേക്കെല്ലാം ആനയെ കയറി നശിക്കുകയും ഈ പ്രളയം കാരണം അതും ഞങ്ങൾക്ക് വലിയ ദുരിതമായിട്ടിരിക്കുക. കാരണം അതുപോലെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇതിലൊത്തിരി ആൾക്കാരെ നിർത്തിയും പിന്നെ നമ്മളും കൂടെ നിന്ന് സഹായം ചെയ്താണ് ഇത്രയും ഇതിലാക്കിയിരുന്നത്. ബാങ്ക് വായ്പ എടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയിട്ടുമാണ് പലരും കൃഷി ഇറക്കിയത്. സർവ്വതും നഷ്ടപ്പെട്ട ഈ പാവം കർഷകർക്ക് ഇത്തവണ ഓണമില്ല, പകരം കടക്കിണി മാത്രമാണ് ബാക്കി. തങ്ങളെ കൈവിടാതെ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായവും നഷ്ടപരിഹാരവും എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷക കുടുംബങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല VC-ക്കെതിരായ SFIയുടെ പ്രതിഷേധത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ ശവസംസ്കാരം നടത്തി പ്രതിഷേധിച്ചതിലാണ് പരാതി. കിരൺ കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കിരൺ, ഈ നേരത്തെ SFI റീത്ത് വെച്ച് പ്രതിഷേധം അങ്ങനെ പലതരത്തിൽ ഇത്തരത്തിൽ പ്രിൻസിപ്പൽമാരെ VC-മാരെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിസ തോമസിനെതിരായ പ്രതിഷേധത്തിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ. അഖില, ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടയിലായിരുന്നു കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ SFI യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തിയത്. ഇവിടെ VC ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാരം നടത്തിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധത്തിനെതിരായാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് പരാതി ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ SFIക്കെതിരായിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയെ കടുത്ത രീതിയിൽ അധിക്ഷേപിക്കുകയും ഒപ്പം തന്നെ ഇവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ക്യാമ്പയിൻ ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ തന്നെ ഒരു സ്ത്രീയായ വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള അധിക്ഷേപപരമായിട്ടുള്ള പ്രതിഷേധം നടന്നിട്ട് ഇതിനെതിരെ യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം കൂടി ക്യാമ്പയിൻ ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ SFIയുടെ പ്രതിഷേധ പരിപാടികൾക്കെതിരെ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നതാണ്. നേരത്തെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാരം നടത്തിയത് 2016-ലായിരുന്നു. കൂടാതെ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുന്നതായിട്ടുള്ള സംഭവമുണ്ടായി. ഇങ്ങനെ SFIയുടെ പ്രതിഷേധ പരിപാടികൾ ഇതൊക്കെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഏതായാലും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടി പരാതി നൽകിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾ നേരത്തെ SFIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിട്ട് പോലും ഇതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഖില, ശരി, കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ദേശഭക്തി യോഗയുമായി കോളേജ് വിദ്യാർത്ഥികൾ. കാസർഗോഡ് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ദേശഭക്തി ഗാനാലാപനത്തോടൊപ്പം യോഗാസനവും നടന്നത്. പാട്രിയോട്ടിക് യോഗയുടെ ഭാഗമായത് 150 കുട്ടികളാണ്. ദേശഭക്തിയും രാജ്യസ്നേഹവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ NCC 32 കേരള ബറ്റാലിയൻ, പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റ്, കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ദേശഭക്തി യോഗ സംഘടിപ്പിച്ചത്. ഭാരതത്തിന്റെ പൈതൃകവും ദേശസ്നേഹവും ദേശഭക്തി ഗാനങ്ങളിലൂടെ യോഗ അവതരണത്തിൽ നിറഞ്ഞു നിന്നു. രഘുപതി രാഘവ രാജാറാം, ഏകവദൻ, സ്മരിപ്പിൻ ഭാരതീയരെ തുടങ്ങിയ ദേശഭക്തി ഗാനങ്ങളുടെ ആലാപനവും പരമ്പരാഗത വാദ്യോപകരണങ്ങളും സ്വാതന്ത്ര്യ ദിനാനുബന്ധ യോഗ അവതരണത്തെ ആകർഷകമാക്കി.
വിദ്യാർത്ഥികളിൽ ദേശഭക്തിയും രാജ്യസ്നേഹവും വർദ്ധിപ്പിക്കുന്നതിനായി ഭാരതം ലോകത്തിന് സംഭാവന നൽകിയ യോഗാസനത്തിലെ മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് ദേശഭക്തി ഗാനം, തബല, വീണ പോലെയുള്ള സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ദേശഭക്തിയും യോഗയും ഒരുമിച്ച് ചേർന്ന ഈ പരിപാടിയിൽ വിദ്യാർത്ഥികളിൽ മാനസിക ശാന്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. ദേശസ്നേഹത്തിന്റെ വരികൾക്കൊപ്പം 150 കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദേശഭക്തി യോഗ അരമണിക്കൂർ നീണ്ടു നിന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോട്ടയം നാട്ടകം ബോട്ട് ക്ലബ്ബ്. ചെറുതന ചുണ്ടലിലാണ് ഇത്തവണത്തെ പോരാട്ടം. മുമ്പ് പലതവണ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും കപ്പ് സ്വന്തമാക്കാൻ പറ്റാത്ത ചരിത്രം ഇത്തവണ തിരുത്തി കുറിക്കുമെന്നാണ് നാട്ടകം ബോട്ട് ക്ലബ്ബ് അംഗങ്ങൾ പറയുന്നത്. പത്തു വർഷത്തിന് ശേഷം അതിഗംഭീര മടങ്ങിവരവിനുള്ള ഒരുക്കത്തിലാണ് നാട്ടകം ബോട്ട് ക്ലബ്ബ്. കോച്ച് ബാബു ജോൺ, ലീഡിംഗ് ക്യാപ്റ്റൻ റോച്ച സി മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ ദിവസങ്ങളായി കൊടുരാറ്റിൽ പരിശീലനം നടത്തിവരികയാണ്. ചെറുതന ചുണ്ടനിലേറി നെഹ്റു ട്രോഫി സ്വന്തമാക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് ടീം അംഗങ്ങൾ. ഞങ്ങൾക്ക് പഴയ ആൾക്കാരുടെ അറിവും പുതിയ ആൾക്കാരുടെ കരുത്തും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രതീക്ഷ 100% ഞങ്ങൾ നെഹ്റു ട്രോഫിയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ദൈവം അനുഗ്രഹിച്ചാൽ ആ വെള്ളിക്കപ്പ് കോട്ടയത്തിൻ്റെ മണ്ണിൽ നാട്ടകത്ത് കൊണ്ടുവെക്കാൻ ഞങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ക്ലബ്ബ് വരുമ്പോൾ ഇവരുണ്ട് പറയുന്നുണ്ട് 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഈ പ്രൊഫഷണൽ ടച്ചറോട് കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഈ ടീമിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ഗ്യാപ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യുവത്വത്തിന്റെ കരുത്താണ് ടീമിന് ആത്മവിശ്വാസം പകരുന്നത്. കപ്പിനും ചുണ്ടിനുമിടയിൽ കപ്പടിക്കാനുള്ള അവസരം പലതവണ നഷ്ടമായിട്ടുണ്ട് നാട്ടകം ക്ലബിന്. ഏഷ്യൻ ഗെയിംസിലെ പരിശീലകനായിരുന്ന ബാബു ജോണാണ് ക്ലബിൻ്റെ മുഖ്യ പരിശീലകൻ. രാവിലെയും വൈകുന്നേരങ്ങളിലുമായാണ് പരിശീലനം നടന്നു വരുന്നത്. നെഹ്റു ട്രോഫിയിൽ 9 തവണ ഫൈനലിലെത്തുകയും 1 തവണ ട്രോഫി സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ള ചുണ്ടനാണ് ചെറുതന. പരിശീലനത്തിൽ അവസാന മിനുക്കുപണികളും പൂർത്തീകരിച്ച് പോരാട്ടത്തിന് ടീം സജ്ജമായി കഴിഞ്ഞു. ഇത്തവണ വള്ളംകളിയുടെ ജലരാജാക്കന്മാരുടെ നാടായും കോട്ടയം മാറാൻ പോവുകയാണ്. ചെറുതന ചുണ്ടനിലൂടെ കോട്ടയം നാട്ടകം ബോട്ട് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ചുറുചുറുക്കോടുകൂടിയുള്ള ഒരു പറ്റം യുവാക്കളാണ് ഈ മത്സരവേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മുൻപ് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇത്തവണ അത് നേടിയെടുത്ത് മാത്രമേ ഞങ്ങൾ പുറകോട്ട് പോവുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ, അത്തരത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ, അത്തരത്തിലേക്കുള്ള പരിശീലനത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു ക്ലബിൻ്റെ നേതൃനിരയാണ് ഇവിടെ ഉള്ളത്. അഴകിൻ്റെ രാജാവെന്നറിയപ്പെടുന്ന ചെറുതനയിലേറി പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ വീണ്ടും ഒരു പോരാട്ടത്തിന് നാട്ടകം ബോട്ട് ക്ലബ്ബ് ഇറങ്ങുമ്പോൾ നാട്ടകംകരക്കാരും വലിയ ആവേശത്തിലാണ്. വെള്ളിക്കപ്പ് നാട്ടകത്തെത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലും. അമൃത ന്യൂസ്, കോട്ടയം. പ്രമുഖ റീറ്റെയിൽ ജ്വല്ലറി ബ്രാൻഡായ വിൻസ്മേര ജ്വൽസിന്റെ 7ാമത് ഷോറൂം കൊച്ചി MG റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 15-ന് പത്മഭൂഷൺ മോഹൻലാൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് തുടക്കമിട്ട വിൻസ്മേരയ്ക്ക് 1 വർഷത്തിനുള്ളിൽ UAE-യിലടക്കം 6 അന്താരാഷ്ട്ര ഷോറൂമുകളാണുള്ളത്. ആഭരണ നിർമ്മാണ ഹോൾസെയിൽ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിൻസ്മേര വിദഗ്ധരായ ശില്പികളുടെ സഹായത്തോടെ ഏതുതരം ഡിസൈനുകളും അതിവേഗം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യത്തോടെയാണ് കൊച്ചി ഷോറൂം ഒരുക്കുന്നത്. കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരം, കണ്ണൂർ, പയ്യന്നൂർ എന്നിവിടങ്ങളിലും UAE-യിലും പുതിയ ഷോറൂമുകൾ ഉടൻ ആരംഭിക്കും. 2030 40 ഷോറൂമുകളിലേക്ക് വളരാനാണ് വിൻസ്മേര ലക്ഷ്യമിടുന്നത്. മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഷോറൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഷോറൂം ഒരു 20,000 സ്ക്വയർ ഫീറ്റിൽ വളരെ വിപുലമായ ഒരു ശേഖരം തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ചോദിക്കുകയുണ്ടായി, ലൈറ്റ് വെയ്റ്റിൽ ടിയ എന്നൊരു കളക്ഷൻ നമ്മൾ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് ആ ഒരു കളക്ഷൻ ഉണ്ട്. അതുപോലെ ഡിസയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമണ്ടിൻ്റെ ഹ്യൂജ് കളക്ഷൻ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാതിരി നമ്മൾ ലൊഹാറ, മന്ത്ര, അങ്ങനെ നമ്മുടെ സബ് ബ്രാൻഡുകളുടെ വളരെ നല്ല കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. സംസ്കൃതി, അങ്ങനെ എല്ലാ കളക്ഷനുകളും നമ്മൾ ഇന്ന് മലയാളികൾക്ക് വേണ്ടുന്ന എല്ലാ കളക്ഷനുകളും അതിൻ്റേതായ ഇതിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്.
കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടി രണ്ടാം ഘട്ട നറുക്കെടുപ്പിലെ വിജയികളെ പ്രഖ്യാപിച്ചു. MG റോഡിലുള്ള കല്യാൺ സിൽക്സ് ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ MLA-മാരായ TJ വിനോദ്, ടോണി ചമ്മിണി, ദീപക് ജോയ്, എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക IAS തുടങ്ങിയവർ ചേർന്ന് വിജയികളെ കണ്ടെത്തി. രണ്ടാം ഘട്ട നറുക്കെടുപ്പിലെ രണ്ടാം സമ്മാനമായ 5 ടൊയോട്ട ഗ്ലാൻസ കാറുകൾക്ക് നിധിൻ, നിഷ, ശാന്തി ഷൺമുഖം, പ്രീത കെ, മുനീറ ഹബീബ് എന്നിവർ അർഹരായി. ഹോണ്ട ആക്ടീവ സ്കൂട്ടറുകൾ, എയർ കണ്ടീഷണറുകൾ, ഹോം അപ്ലയൻസ് കോംബോ പാക്കുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയവയും ഭാഗ്യശാലികൾക്ക് ലഭിച്ചു. ബമ്പർ സമ്മാനമായ 25 ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് ഓഗസ്റ്റ് 29-ന് തൃശൂർ പാലസ് റോഡിലുള്ള ഷോറൂമിൽ നടക്കും. ആദ്യം ഓണക്കോടിക്കൊപ്പം 1.5 കോടി എന്നുള്ള പേരിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മുടെ കടകൾ കൂടി, അതനുസരിച്ച് നമ്മൾ സമ്മാനത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചു. ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പൗരപ്രമുഖന്മാരെ വിളിച്ച് നടത്തുകയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ, ഇത് അടിച്ച കസ്റ്റമേഴ്സിനെ, വിന്നേഴ്സിനെ നമ്മൾ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വൗച്ചർ അടിച്ച ആളാണെങ്കിലും നമ്മൾ ഫോൺ വിളിച്ച് കൃത്യമായിട്ട് അറിയിച്ച് ആ ഗിഫ്റ്റ് അവരുടെ കയ്യിലേക്ക് എത്താനുള്ള എല്ലാ നടപടികളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഓണം ആഘോഷമാക്കാൻ ആകർഷകമായ ഓഫറുകളുമായി നന്ദിലത് ജിമാർട്ട്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സ്മാർട്ടും സൗകര്യപ്രദവുമായ എയർ കണ്ടീഷനിംഗ് അനുഭവം സമ്മാനിക്കുന്നതിനായി ഡേക്കന്റെ പുതിയ അഡ്വാൻസ് സ്മാർട്ട് സീരീസ് AC നന്ദിലത് ജിമാർട്ട് ഷോറൂം വഴി അവതരിപ്പിച്ചു. കൊച്ചി ഇടപ്പള്ളിയിൽ നടന്ന പുതിയ സ്മാർട്ട് സീരീസിന്റെ ലോഞ്ചിനോടനുബന്ധിച്ച് ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ആകർഷകമായ ഓഫറുകളും പ്രഖ്യാപിച്ചു. ഗ്രീൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം മുഖേന 8500 രൂപ ക്യാഷ് ബാക്ക് നേടാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റിയും ലഭ്യമാക്കുന്നുണ്ട്. ഇന്ന് GCC കൺട്രീസിലേക്കും വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്കും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് ഇന്ന് ഡേക്കിന് മാറി. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പ്രൊഡക്റ്റ് അവയർനെസ്സും അത്ര വലുതാണ്. പിന്നെ കേരള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ AC ഇത്രയും വലിയ ബൂമിലേക്ക് വന്നിട്ട് ഹാർഡ്ലി 3-4 years ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആളുകൾക്ക് കറണ്ട് കൺസപ്ഷൻ കുറഞ്ഞ ACകൾ അതിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പഴയ ACക്ക് വാല്യൂ കിട്ടുന്നില്ല. അവിടെയാണ് ഡേക്കിൻ ഏറ്റവും വലിയ വിപ്ലവം നടത്തിയത്. 6000 രൂപ വരെ ഒരു നോർമൽ ഓൾഡ് ACക്ക്, അത് വർക്കിംഗ് ആണോ നോൺ വർക്കിംഗ് ആണോ ഒന്നും നോക്കുന്നില്ല, ഒരു 6000 rupees ഡയറക്റ്റ് ആയിട്ട് അവർ പോയി കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് എടുക്കുകയാണ്. 6000 രൂപ കൊടുത്തിട്ട് കസ്റ്റമർക്ക് നമ്മുടെ അടുത്ത് വന്ന് ഒരു ഡേക്കിൻ വാങ്ങിച്ചിട്ട് പോയാൽ അതിന് എക്സ്ചേഞ്ച് വാല്യൂ എന്നുള്ള രീതിയിൽ 6000 രൂപ അവർ വീട്ടിൽ പോയി പഴയ AC തിരിച്ചെടുത്തിട്ട് ഡേക്കിൻ കൊടുക്കുകയാണ്. ഇന്നത് സ്മാർട്ട് ACകൾക്ക് 8500 രൂപ വരെ അവർ കൊടുക്കുക. അത് കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഇന്നോവേഷൻസ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള, അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, ടെക്നോളജി, കംഫർട്ട് എല്ലാ കാര്യങ്ങളിലും ഇത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു AC ബ്രാൻഡ് നമ്മുടെ മാർക്കറ്റിൽ വളരെ റയറായിട്ടാണ് വന്നിട്ടുള്ളൂ. ആ കാര്യത്തിൽ തന്നെ തളിപ്പറമ്പിന് ഇനി മൈജി ഫ്യൂച്ചറിന്റെ പ്രൗഢി. ഷോറൂമിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ഹണി റോസ് നിർവഹിച്ചു. ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന മൈജിയുടെ പുതിയ വലിയ ഷോറൂമിൽ വമ്പിച്ച ഓഫറുകളും വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഐഫോൺ, സാംസങ് ഗാലക്സി തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയവയും സ്പെഷ്യൽ പ്രൈസിൽ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മൊബൈലിനും ടാബ്ലറ്റിനും 1 വർഷത്തെ അധിക വാറണ്ടിയും മൈജി നൽകുന്നുണ്ട്. കേടുവന്നാലും മോഷണം പോയാലും പരിരക്ഷ ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ പ്ലാനും ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താം. ഓണസമയത്ത് ഇത്രയും വലിയൊരു ഷോറൂമാണ് തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ സ്റ്റോർ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റോറിൽ ഒരു എല്ലാ പ്രൊഡക്റ്റുകളുടെയും വലിയൊരു എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മൊബൈൽ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV, സ്മോൾ അപ്ലയൻസസ്, ക്രോക്കറി, അങ്ങനെ എൻറ്റയർ ഒരു പ്രൊഡക്റ്റിന്റെ ലൈനപ്പാണ് ഇവിടെയുള്ളത്. കുറഞ്ഞ മാസത്തവണയിൽ മൈജിയുടെ അതിവേഗ സൂപ്പർ EMI, ലോകോത്തര ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കളക്ഷൻ, മികച്ച കസ്റ്റമർ കെയർ, ഉൽപ്പന്നങ്ങൾക്ക് വിദഗ്ധ റിപ്പയർ ആൻഡ് സർവീസ് എന്നിവയും മൈജി ഉറപ്പു നൽകുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. ICL ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ഇരിങ്ങാലക്കുടയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ഒന്നിച്ചോണം പൊന്നോണം എന്ന പേരിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 23-ന് ഇരിങ്ങാലക്കുടയിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ICL ഗ്രൂപ്പ് അറിയിച്ചു. ഇരിങ്ങാലക്കുട നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് പുലികളടക്കം
ഒട്ടനവധി കലാരൂപങ്ങൾ അണിനിരത്തി വർണ്ണാഭമായ ഘോഷയാത്ര ICL ഒന്നിച്ചോണം പൊന്നോണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഓഗസ്റ്റ് 23-ന് മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടൽമാണിക്യം മുതൽ ഠാണാവ് വഴി അയ്യങ്കാവ് മൈതാനം വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുക. തുടർന്ന് മൈതാനത്ത് ബിഗ് സ്ക്രീൻ അവാർഡ് നൈറ്റും സംഘടിപ്പിക്കും. നഗരസഭാ ചെയർമാൻ MP ജാക്സൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായിരുന്നു. ICL CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, CEO വൈസ് ചെയർമാനുമായ ഉമ അനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പുതിയൊരു ഷോപ്പിംഗ് അനുഭവം. തിരുവനന്തപുരം കണിയാപുരത്തെ RK വെഡിംഗ് മാളിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ നിർവഹിച്ചു. കൂടുതൽ ആധുനിക സൗകര്യങ്ങളും വിപുലമായ വസ്ത്രശേഖരവുമായാണ് നവീകരിച്ച ഷോറൂം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ഒരിടത്ത് ലഭ്യമാക്കുന്നതിനൊപ്പം കുടുംബസമേതം കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം ഉറപ്പാക്കുക എന്നതാണ് പുതിയ ഷോറൂമിലൂടെ ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖരും വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. RK വെഡിംഗ് മാൾ മാനേജിംഗ് ഡയറക്ടർ MP നവാസ് ചടങ്ങിന് നേതൃത്വം നൽകി. കണിയാപുരത്ത് നമ്മൾ കേരളത്തിൽ തുടങ്ങിയിട്ട് RK ബ്രാൻഡ് എന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സമയത്താണ് നമ്മൾ കണിയാപുരം വന്ന് തുടങ്ങുന്നത്. ആ സമയമാണ് നമ്മൾ ഓപ്പണിംഗ് നടക്കാതെ പോവുകയും ലോക്ക്ഡൗൺ ആവുകയും ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഷട്ടർ പൊക്കിയപ്പോൾ ഒരു മനുഷ്യർ പോലും ഇല്ലാതിരുന്നു. പക്ഷേ നമ്മുടെ കണിയാപുര സ്വദേശികളെന്ന് പറഞ്ഞാൽ കണിയാപുര നിവാസികൾ നമുക്ക് തന്ന സപ്പോർട്ടിന് ശേഷം വെച്ചടിയാണ് നമുക്ക് ഷോറൂമുകൾ കൂട്ടാൻ കഴിഞ്ഞത്. അതിൽ വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണിയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ആഴ്ചയിലെ അവസാനത്തെ ദിവസത്തെ വ്യാപാര ദിനമായതുകൊണ്ട് അതിൻ്റേതായ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ലാത്തതുകൊണ്ട് തന്നെ ആഗോള വിപണികളിൽ ഒരു വിൽപ്പന പ്രകടമായിരുന്നു. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലും ഉണ്ടാവും. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കുറച്ച് നാളുകളായി വിപണിയിൽ നേരിയ തോതിലെങ്കിലും നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ഇന്നലെ വീണ്ടും അവർ വിൽപ്പനയിലേക്ക് തിരിഞ്ഞതും വിപണിയിൽ ഒരു പ്രതികൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുറന്നേക്കാൻ തന്നെയാണ് സാധ്യത. സാങ്കേതികമായി 24,300 എന്ന നിലവാരമായിരിക്കും അടിസ്ഥാന നിലവാരമായി നിഫ്റ്റിയിൽ പ്രവർത്തിക്കുക. ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ 24,000 നീങ്ങാനുള്ള സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയുടെ വിലയിരുത്തലാണ് K ദിലീപ് നൽകിയത്. വംശനാശ ഭീഷണി നേരിടുന്ന ലാർ ഗിബ്ബൺ ഇനത്തിൽപ്പെട്ട കുരങ്ങിനോടൊപ്പമുള്ള നടൻ വിക്രമിന്റെ ദൃശ്യങ്ങൾ വിവാദമായതിനു പിന്നാലെ തമിഴ്നാട് വനം വകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. മണിപ്പൂരിൽ നിന്ന് ഈറോഡ് പെരുന്തുറയിലെ മൃഗപ്രജനന കേന്ദ്രത്തിലെത്തിച്ച കുരങ്ങാണെന്നാണ് വിശദീകരണം. ഇവിടെ പരിശോധന നടത്തിയ അധികൃതർ മൃഗങ്ങളെ എത്തിച്ചതിന്റെ രേഖകൾ ഹാജരാക്കാൻ ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിക്രമിന്റെ മകളുടെ ഭർത്തൃപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിൽ വെച്ചാണ് നടൻ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് നിഗമനം. ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ തുടക്കം. 3 സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. രവീന്ദ്ര ജഡേജ ടീമിൽ മടങ്ങിയെത്തും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് പരമ്പര വിജയിച്ചേ മതിയാവും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. ധാരാളം വാർത്തകളുടെ അപ്ഡേഷൻസ് വരുന്ന ദിവസമാണ്. വാർത്തകളൊക്കെ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.